നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ാം തീയതി എത്തുകയാണ്. അദ്ദേഹത്തിന് റോഡ് ഷോ ഉണ്ട്. മാത്രമല്ല മറ്റൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെ തൃശ്ശൂർ നഗരത്തിൽ BJP പ്രതിഷേധം നടത്തി. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ബോർഡുകൾ എടുത്തുമാറ്റാൻ കോർപ്പറേഷൻ അധികൃതർ തുടങ്ങി. ഇതോടെയാണ് പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തിയത്. തുടർന്ന് കോർപ്പറേഷൻ ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. നവകേരള സദസ് ഉൾപ്പെടെ നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് കോർപ്പറേഷൻ അഴിച്ചു മാറ്റിയിരുന്നില്ല എന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തുകൊണ്ടാണ് LDFന്റെ പരിപാടികളുടെ ഫ്ലക്സ് ബോർഡുകൾ മാറ്റുന്നില്ല എന്നും BJP പ്രവർത്തകർ ചോദിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 2-3 ദിവസങ്ങളിലാണ് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത്. 2-ാം തീയതി തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും അദ്ദേഹം എത്തും. 3-ാം തീയതി തൃശ്ശൂരിലെത്തും. തേക്കിൻകാട് മൈതാനത്ത് 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി സംഗമത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കും. വനിതാ സംവരണ ബിൽ പാസാക്കിയതിൽ അഭിനന്ദനം അറിയിക്കാനാണ് BJP സംസ്ഥാന ഘടകം പരിപാടി സംഘടിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ 19,850 കോടിയുടെ പദ്ധതികൾക്ക് 2-ാം തീയതി തുടക്കമിടും. കൊച്ചി മംഗളൂർ വാതക പൈപ്പ് ലൈനിന്റെ കൃഷ്ണഗിരി മുതൽ കോയമ്പത്തൂർ വരെയുള്ള ഭാഗത്തിന്റെ വികസനവും ഇതിലുണ്ട്. അന്ന് ഉച്ചകഴിഞ്ഞ് 3:15 ലക്ഷദ്വീപിലെ അഗത്തിയിൽ എത്തുന്ന പ്രധാനമന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ടെലികമ്മ്യൂണിക്കേഷൻ, കുടിവെള്ളം, സൗരോർജ്ജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ 1,150 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. കൊച്ചിയെയും ലക്ഷദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഇന്റർനെറ്റിന്റെ വേഗത വർദ്ധിച്ച് ദ്വീപിലെ വാർത്താവിനിമയ സൗകര്യങ്ങളും ഡിജിറ്റൽ സാങ്കേതികതയിലും വൻ മാറ്റമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. മാത്രമല്ല, നടൻ സുരേഷ് ഗോപി ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ. വിജയസാധ്യത കൂടി പരിഗണിച്ച് BJP തൃശൂരിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ജനുവരി 3-ന് പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ആ ദിവസം മിനി പൂരം സംഘടിപ്പിക്കാനും പദ്ധതി ഉണ്ട്. പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. തർക്കത്തെ തുടർന്നുള്ള പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മിനി പൂരം സംഘടിപ്പിക്കാനും സംഘാടകർ നീങ്ങുന്നുണ്ട്. 15 ആനകളെ അണിനിരത്തിയാണ് പൂരം. നിലവിൽ പൂരം തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ദേവസ്വം ബോർഡുമായി തർക്കം നിലനിൽക്കുന്നു. ഈ തർക്കത്തിൽ കേന്ദ്ര സർക്കാർ തൃശൂർ പൂരത്തിനൊപ്പമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് മിനി പൂരം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.